ഹായ് ഫ്രണ്ട്സ്, ഇത് ട്രിവാൻഡ്രം ഇൻ്റർനാഷണൽ എയർപോർട്ടാണ്. ക്രിസ്മസിൻ്റെ ആഘോഷം പ്രമാണിച്ച് അവിടെ അതിനകത്ത് തന്നെ പലതരം ലൈറ്റുകളും പല 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 ഡ്രസ്സാകട്ടെ, പല പല ഫുഡാകട്ടെ, പാർക്ക് കുട്ടികൾക്ക് കളിക്കാനുള്ള പാർക്കാകട്ടെ എന്ന് വേണ്ട ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് കാണാനുണ്ട്. സാധാരണ ഒരാളെ കൊണ്ടാക്കാൻ പോകുമ്പോഴോ അല്ലെങ്കിൽ വിളിക്കാൻ പോകുമ്പോൾ മാത്രമാണ് നമുക്ക് അതിനകത്തോട്ട് കയറാൻ പറ്റുന്നത്. പക്ഷേ ഇത് നോ ടിക്കറ്റ്, ഒരാൾക്ക് പോലും, കുട്ടികൾക്കാകട്ടെ വലിയ ആൾക്കാർക്കാകട്ടെ ആർക്കും ഒരു ടിക്കറ്റ് പോലും ഇല്ലാതെ ഫ്രീ ആയിട്ട് വന്ന് സൂപ്പർ എത്ര നേരം വേണമെങ്കിലും അവിടുത്തെ എല്ലാ ലൈറ്റും എല്ലാം നല്ല ആസ്വദിച്ച് എത്ര നേരം വേണമെങ്കിലും നിന്ന് കണ്ട് ആസ്വദിച്ച് ഭക്ഷണം കഴിക്കുന്നവർക്ക് ഭക്ഷണം കഴിക്കാം, ഗെയിം കളിക്കുന്നവർക്ക് ഗെയിം കളിക്കാം, കുട്ടികൾക്ക് പാർക്ക് കളിക്കാം. പിന്നെ എന്തെങ്കിലും ഐറ്റങ്ങൾ ഡ്രസ്സാകട്ടെ അങ്ങനെ എന്ത് സാധനങ്ങളാകട്ടെ എന്ത് വാങ്ങിക്കാനും പറ്റിയ ഒരു സംഭവമായിരുന്നു അന്ന് ക്രിസ്മസിൻ്റെ അന്ന് രാത്രി. എന്ത് ഭംഗിയാണെന്ന് എവിടെ പോകട്ടെ എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. എവിടെയാണ് പോകണ്ടേ എന്ന് കരുതി നോക്കിയപ്പോഴാണ് ക്രിസ്മസ് ഈ കാര്യം ഓർമ്മ വന്നത്. ഞാൻ ഒരു യൂട്യൂബിൽ റീൽസ് കണ്ടതാണ്. ട്രിവാൻഡ്രം ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ ക്രിസ്മസിൻ്റെ അന്ന് ഇങ്ങനെ ഒരു സംഭവമുണ്ട്. അങ്ങനെ കണ്ട് പെട്ടെന്ന് നിന്ന് രാത്രിയാണ് പോയത്, പെട്ടെന്ന് തീരുമാനിച്ച് പെട്ടെന്ന് പോയതാണ്. അതാ കണ്ടില്ലേ, ഡ്രസ്സാകട്ടെ സ്ലൈഡാകട്ടെ എന്ന് വേണ്ട ഒരുപാട് കുഞ്ഞു കുഞ്ഞു ഐറ്റങ്ങളും കാണാൻ നല്ല രസകരമായ ലൈറ്റുകളും കുട്ടികൾക്ക് കളിക്കാനുള്ള പാർക്കുകളും പിന്നെ ക്രിസ്മസ് ട്രീ ഒരുക്കിയിട്ടുണ്ട്, ക്രിസ്മസ് പാപ്പമുണ്ട് എന്ന് വേണ്ട എന്ത് ഭംഗിയാണെന്നറിയോ അതിനകത്ത് കാണാൻ. സാധാരണ തന്നെ ഇൻ്റർനാഷണൽ എയർപോർട്ട് കാണാൻ നല്ല ഭംഗിയാണ് എന്ന് വെച്ചാൽ അത് ഞാൻ എൻ്റെ ഹസ്ബൻഡിനെ വിളിക്കാൻ പോയപ്പോൾ ഞാൻ കണ്ടതാണ്. നല്ല ഭംഗിയായിട്ട് എന്താ പറയുക, ഈ ലൈറ്റൊന്നും ഇല്ലെങ്കിലും കാണാൻ നല്ല രസമാണല്ലോ. പക്ഷേ ഈ ലൈറ്റും കൂടെ വന്നപ്പോഴോ കാണാൻ നല്ല ഭംഗിയായിരുന്നു. എത്ര കണ്ടാലും മതി വരില്ല, അത്രയ്ക്കും സൂപ്പറായിരുന്നു. പിന്നെ ഐസ്ക്രീം ആകട്ടെ ചായ ആകട്ടെ എന്ന് വേണ്ട ഒരുപാട് ഐറ്റങ്ങളുണ്ട്. ഇത് ഞാൻ ക്രിസ്മസിൻ്റെ അന്ന് എടുത്തത് കുറേ നാൾ മുന്നേ ക്രിസ്മസിൻ്റെ അന്ന് എടുത്ത വീഡിയോ ആണ്. പക്ഷേ എനിക്കിത് അപ്ലോഡ് ചെയ്യാൻ പറ്റിയത് ഇന്നാണ്. ഞങ്ങൾക്ക് ഇപ്പോൾ ക്രിസ്മസ് വെക്കേഷൻ ആയതുകൊണ്ട് ഒരു ടൂർ പോയിട്ടുണ്ടായിരുന്നു. ആ യാത്രയുടെ കാരണം കൊണ്ട് ടൂർ പോയതുകൊണ്ടാണ് ഈ വീഡിയോ ഇടാൻ പെൻഡിങ് ആയത്. പിന്നെ ഇന്ന് നോക്കി എന്തായാലും ടൂറെല്ലാം കഴിഞ്ഞ് വന്നിട്ടുണ്ട്. പിന്നെ ടൂർ എവിടെയെങ്കിലും പോയിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ 2-3 ദിവസത്തേക്ക് അതിൻ്റെ ക്ഷീണമായിരിക്കും, പിന്നെ പനിയായിരിക്കും, പിന്നെ വയറ്റിളക്കമായിരിക്കും, ഛർദിലായിരിക്കും എന്ന് വേണ്ട എന്തെങ്കിലും കുഞ്ഞു അസുഖങ്ങളും ക്ഷീണവും, പിന്നെ കൊണ്ടുപോയ ഡ്രസ്സ് കഴുകലും അത് ഉണക്കലും അതിൻ്റെ തേച്ച് മടക്കി വെക്കലും അങ്ങനത്തെ ഒത്തിരി ജോലികൾ കാരണം എന്താ ഈ വീഡിയോ ഇടാൻ പെൻഡിങ് ആയിട്ട് കിടന്നിട്ടുണ്ട്. ഇന്ന് എന്തായാലും ആയിക്കോട്ടെ എന്ന് പെട്ടെന്ന് എഡിറ്റ് ചെയ്തിട്ടതാണ്. അതൊക്കെ കണ്ടില്ലേ എന്ത് നല്ല ഭംഗിയായിട്ടുള്ള ഡ്രസ്സുകളെന്നറിയോ. നമ്മുടെ റേറ്റിൽ ഒതുങ്ങുന്ന നല്ല നല്ല ഡ്രസ്സുകളും ഭക്ഷണം കഴിക്കാൻ ഫുഡും എന്ന് വേണ്ട എന്ത് ഭംഗിയെന്നറിയാം. സത്യം പറഞ്ഞാൽ ഇതൊരു രസം തന്നെയാണ്. ക്രിസ്മസിൻ്റെ അന്ന് മാത്രമേ ഈ എയർപോർട്ടിൽ കയറാൻ പറ്റൂ, ഇൻ്റർനാഷണൽ എയർപോർട്ടിനകത്ത് കയറാൻ പറ്റുള്ളൂ. പിന്നെ അത് കഴിഞ്ഞ് എന്തെങ്കിലും ആവശ്യം വരുമ്പോഴോ ആരെങ്കിലും കൊണ്ടാക്കാൻ പോകുമ്പോഴോ വിളിക്കാൻ പോകുമ്പോഴോ അല്ലാതെ കയറാൻ പറ്റില്ല എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അപ്പോൾ പിന്നെ എല്ലാവർക്കും ഒത്തിരി ആൾക്കാർ വരുന്നുണ്ട്, ദൂരെ നിന്നൊക്കെ വരുന്നുണ്ട്. ഇത് അറിഞ്ഞ് ഒരുപാട് ആൾക്കാർ നമ്മുടെ യൂട്യൂബ് തന്നെ പ്രൊമോഷൻ കൊടുക്കും പോലെ ഒത്തിരി റീൽസിലും ഒത്തിരി വീഡിയോയിലും ഈ ഒരു ഇത് കാണിച്ച് ഒത്തിരി ആൾക്കാർ അറിഞ്ഞു വരുന്നുണ്ട്. അങ്ങനെ ഒരുപാട് സാധനങ്ങളും ഒരുപാട് ഐറ്റങ്ങളും അതിൻ്റെ ഫുഡ് ഇരുന്ന് കഴിക്കാൻ പറ്റുന്ന ഫുഡ് ഇരുന്ന് കഴിക്കാനായിട്ടും ചെയറും മേശയും അങ്ങനെയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അതെല്ലാം കണ്ട് ആസ്വദിച്ച് കുറേ നേരം അവിടെ നിന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ ഫ്രണ്ട്സ്, എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്കും കമൻറ്റും ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഏതെങ്കിലും ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ എൻ്റെ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം. ഓക്കെ ഫ്രണ്ട്സ്, ബൈ.